മലയാള സിനിമകളിലും ടെലിവിഷൻ മേഖലയിലും പ്രവർത്തിക്കുന്ന നടിയും അവതാരകയുമാണ് ജുവൽ മേരി. 2014 മഴവിൽ മനോരമയിൽ ഗോവിന്ദ് പത്മസൂരിക്കൊപ്പം D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയുടെ സഹ അവതാരകയായി അവർ ടെലിവിഷൻ മേഖലയിൽ തന്റെ കരിയർ ആരംഭിച്ചു. പിന്നീട് പത്തേമാരി എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് കടന്നു വന്നു. ഇപ്പോഴിതാ ഡിവോഴ്സിനെക്കുറിച്ചും തന്റെ രോഗത്തെക്കുറിച്ചും നടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് നടിയുടെ തുറന്നു പറച്ചിൽ. വളരെ ഫൈറ്റ് ചെയ്താണ് ഡിവോഴ്സ് വാങ്ങിയതെന്ന് അവർ വ്യക്തമാക്കി. ഞാൻ വിവാഹിതയായിരുന്നു, ഡിവോഴ്സായി. ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ആളാണ് ഞാൻ. വളരെ സ്മൂത്തായി ഡിവോഴ്സ് വാങ്ങിയ ആളുകളുണ്ട്. എൻ്റെ സ്റ്റോറി അങ്ങനെ ആയിരുന്നില്ല. ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങി. 1 വർഷമാകുന്നേയുള്ളൂ. 2021 മുതൽ വേർപിരിഞ്ഞ് താമസിച്ചു വരികയായിരുന്നു. 3-4 വർഷമെടുത്താണ് ഡിവോഴ്സ് കിട്ടിയത്. അന്ന് കയ്യിൽ കുറച്ച് പൈസയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ഇനിയെങ്കിലും ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ലണ്ടനിൽ ഒരു ഷോ വന്നു. അതിനു പോയി. 1 മാസം വിസയുണ്ട്. ആ 1 മാസം അവിടെയുള്ള സുഹൃത്തുക്കളെയൊക്കെ കണക്ട് ചെയ്ത് ഇംഗ്ലണ്ടും അയർലൻഡും സ്കോട്ട്ലൻഡുമൊക്കെ കറങ്ങി. ഭയങ്കര രസമുള്ള യാത്ര. 2023 എൻ്റെ ജന്മദിനം ലണ്ടനിൽ ആഘോഷിച്ചു. തിരിച്ചു കൊച്ചിയിലെത്തി. കയ്യിലുള്ള കുറച്ച് കാശൊക്കെ പൊട്ടിച്ചു. തിരിച്ചു വന്നാൽ ഇനിയും ഞാൻ വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. എപ്പോഴെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ചിലവാക്കണ്ടേ? ഞാൻ അങ്ങനെ ചിലവാക്കിയതാണ്. 7 വർഷത്തിലധികമായി തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആളാണ് ഞാൻ. ഹൈപ്പോ തൈറോയിഡിസമുണ്ട്. PCOD ഒക്കെ ഉണ്ട്. തൈറോയിഡിൻ്റെ റെഗുലർ ചെക്കപ്പിനായി പോയി. മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയതാണ്. മടിച്ചിയാണ് ഞാൻ. 1 ഡോസ് തന്നാൽ തുടർച്ചയായി ഇങ്ങനെ കഴിക്കും. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആകപ്പാടെ ഉണ്ടായിരുന്നത് ചുമയ്ക്കുമ്പോൾ കുറച്ച് കഫം വരും. തൊണ്ടയിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട്. ഞാൻ ആങ്കറാണ്. ഒത്തിരി ഒച്ചയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാകാമെന്ന് കരുതി. ഡോക്ടർ ചുമ്മാ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ BSc നഴ്സിംഗ് പഠിച്ചയാളാണ്. കുറച്ചൊക്കെ സ്കാനിങ്ങിലെ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അവർ എന്തോ മാർക്ക് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സ്കാനിംഗ് റൂമിലുള്ളവർക്ക് എന്നെ മനസ്സിലായി. ഇവരുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. പുറത്തു നിൽക്കുവാൻ പറഞ്ഞു. എൻ്റെ ഫ്രണ്ടും കൂടെയുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവർ ഇറങ്ങി വന്ന് ബയോപ്സി എടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഭൂമിയിൽ ഉറഞ്ഞു പോയതുപോലെയായി. അതെടുക്കണമെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ തന്നെ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞ് ബയോപ്സി റൂമിൽ കയറുമ്പോൾ തന്നെ ഞാനാകെ മരവിച്ചുപോയി. അവർ സമാധാനിപ്പിച്ചു. ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 15 ദിവസം കഴിയും റിസൾട്ട് വരാൻ. ആ സമയം ലൈഫ് സ്ലോ ആയി. റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ബയോപ്സി എടുക്കാമെന്ന് പറഞ്ഞു. ബയോപ്സി എടുക്കുമെന്നറിഞ്ഞപ്പോൾ വീട്ടിൽ കാര്യം പറഞ്ഞിരുന്നു. അവരുടെ മുന്നിൽ പേടിയൊന്നും കാണിച്ചില്ല. 2ാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി. ഡിസംബറിലാണ് സംശയം തുടങ്ങുന്നത്. ജനുവരി ആയപ്പോൾ തീരുമാനമായി. ഫെബ്രുവരിയിൽ സർജറി. തൈറോയിഡ് വലിയ ഓർഗൻ അല്ലാത്തതുകൊണ്ട് ഫുള്ളായി റിമൂവ് ആക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു. ആ സർജറി കഴിഞ്ഞപ്പോൾ സൗണ്ട് മുഴുവൻ പോയി. 6 മാസം എടുക്കും ശരിയാകാൻ എന്ന് പറഞ്ഞു. ഇടത്തെ കൈ പൊങ്ങത്തില്ലായിരുന്നു. ഫിസിയോ ചെയ്തു. സൗണ്ടിന് തെറാപ്പി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു പോരാട്ടം തന്നെയായിരുന്നു. ഡിവോഴ്സിന്റെ സമയത്തുണ്ടായിരുന്ന ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ സമയമെടുത്തിരുന്നു. കൗൺസിലിംഗ് ഒക്കെ ചെയ്താണ് ശരിയായത്. കരയാനും ഉറങ്ങാനും ഒന്നും പറ്റില്ലായിരുന്നു. എല്ലാത്തിനും പേടിയായിരുന്നു. എന്തോ എന്നെ കൺട്രോൾ ചെയ്യുന്നത് പോലൊക്കെ. അത് പുറത്തറിയിക്കാൻ പറ്റില്ല. സർജറി ചെയ്ത സമയം 7-8 ദിവസം ആശുപത്രിയിൽ കിടന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ആദ്യ റിവ്യൂ. എൻ്റെ ലൈഫിൽ നടന്ന ഏറ്റവും വലിയ വിഷമം, ശബ്ദം പോയ ആ സമയമായിരുന്നു. കൈയൊക്കെ ശരിയായി. ഇനി തോൽക്കണ്ട. അസുഖം മാറണം. എന്നെ നോക്കാൻ ആരുമില്ല. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവുണ്ടായി. ഈ ചിന്ത ജീവിക്കണമെന്ന വാശിയുണ്ടാക്കി. ക്യാൻസർ തിരിച്ചറിഞ്ഞ 2 ദിവസം ഞാൻ ജീവിച്ചിട്ടില്ല. 3ാമത്തെ ദിവസം മുകളിലത്തെ മുറിയിൽ ഞാൻ ആലോചിച്ചു, ഇന്ന് മരിച്ചിട്ടില്ല. ഇന്നൊരു ദിവസമുണ്ടല്ലോ, മരിക്കുമ്പോൾ മരിച്ചാൽ മതി, അതുവരെ ജീവിക്കണമെന്ന്. പിന്നെ എനിക്ക് വാശിയായിരുന്നു. 6 മാസം കഴിഞ്ഞ് റിവ്യൂവിന് പോയി. സ്കൂളിൽ നിന്ന് റിപ്പോർട്ടൊക്കെ തരുന്നത് പോലെ ഡോക്ടർ റിപ്പോർട്ടെടുത്ത് കൺഗ്രാജുലേഷൻസ്, താങ്കളെ ക്യാൻസർ വിട്ടുപോയെന്ന് പറഞ്ഞു. ഇനി 6 മാസം കൂടുമ്പോൾ റിവ്യൂവിന് പോകണം, ജുവൽ മേരി പറഞ്ഞു.